ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇവിടെ എങ്ങനെ എളുപ്പത്തിൽ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം എന്ന് നോക്കാം. അതിനായി ഞാൻ ആദ്യം തന്നെ ചിക്കൻ 600 ഗ്രാമോളം എടുത്ത് വിനാഗിരിയും ഉപ്പും ഉപയോഗിച്ച് കഴുകിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിൽ വേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയുടെ ചതച്ചതുമാണ്. ഞാനിവിടെ ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഗരം മസാലയും കുരുമുളക് പൊടിയുമാണ്. ഇനി ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് പുതിന ഇലയും മല്ലിയിലയും പച്ചമുളകും കൂടെ അരച്ച ഒരു ഗ്രേവിയാണ്. അതുകൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കൈകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. മസാലയൊക്കെ പിടിക്കാനായിട്ട് അരമണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെ നമുക്ക് വയ്ക്കാവുന്നതാണ്. ഗ്യാസ് അടുപ്പിലോട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ വച്ചതിന് ശേഷം ചൂടായി വരുമ്പോൾ അതിലോട്ട് ഞാനിവിടെ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. റിഫൈൻഡ് ഓയിലാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഓയിൽ ചൂടായതിന് ശേഷം മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് 2 വശവും ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇട്ടതിന് ശേഷം നമുക്ക് ഒരു ഡക്കൺ കൊണ്ട് അല്ലെങ്കിൽ അടപ്പ് കൊണ്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു വശം വെന്തതിന് ശേഷം നമ്മൾക്കിത് മറിച്ചിട്ട് കൊടുത്ത് മറുവശവും വേവിച്ചെടുക്കാവുന്നതാണ്. എല്ലാ പീസുകളും ഇതിലോട്ട് പോകത്തില്ല. 2 പ്രാവശ്യമായിട്ടാണ് ഞാനിവിടെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. എല്ലാ പീസുകളും നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള പീസുകളും അതുപോലെ തന്നെ നമുക്ക് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. പിന്നീട് എല്ലാം കൂടി നമ്മൾ ഇട്ടിട്ട് ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ വറുക്കുന്നത്. എല്ലാം തന്നെ ഒരു പ്ലേറ്റിലോട്ട് നമുക്ക് 2 വശവും ഷാലോ ആയതിനു ശേഷം മാറ്റിയെടുക്കാം. ഇപ്പോൾ എല്ലാ ചിക്കൻ പീസുകളും നല്ലതുപോലെ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ കറിവേപ്പിൻ്റെ ഇല, അതുകൊണ്ട് ഞാൻ ചേർത്തുന്നില്ല. ഇനി നമുക്ക് ഇത് എല്ലാം സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി പച്ചമുളക് കൂടെ മുറിച്ചിടാം. തീർച്ചയായും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമാകുകയാണെങ്കിൽ ചാനൽ സബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.